താരേ റാരേ. ഹലോ ഗൈസ്, വെൽക്കം ടു ഗസ്റ്റ് മീഡിയ. ഇവിടെ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മളത്തിൻ്റെ പേര് ഗട്ട കുസ്തി 2. പടത്തിൽ അഭിനയിച്ചിരുന്ന വിഷ്ണു വിശാല്, ഐശ്വര്യലക്ഷ്മി, പിന്നെ പിന്നെ യോഗി ബാബു ആസ് എ കേമിയോ, പിന്നെ രമ്യകൃഷ്ണൻ ആസ് എ കേമിയോ, പിന്നെ കാല വെങ്കട്ട്, കരുണാസ്, മുനീഷ് കാന്ത്, തരക പഞ്ഞപ്പ, പിന്നെ എൻ്റെ പേര് മറന്നു എന്നിവരൊക്കെ ഉണ്ട്. കരുണാകരൻ, തമിഴ് കോമഡി കരുണാകരൻ. ഇതൊക്കെയാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന റൈറ്റ് ചെയ്തിരിക്കുന്ന ചെല്ലായിയാവൂ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. അങ്ങനെ ഞാൻ റൈറ്റിംഗ് ഡയറക്റ്റിങ് ചെയ്തത്. പ്രൊഡ്യൂസേഴ്സും അതേ ഫസ്റ്റ് പാർട്ടിൻ്റെ പ്രൊഡ്യൂസേഴ്സും ഇതിൻ്റെയും വേവ്സ് ഇൻ്റർനാഷണൽ പ്രൊഡക്ഷൻസ്. അത് എൻ്റെ ഉടമസ്ഥൻ ഈശ്വരി കെ ഗണേഷ് എന്ന് പറഞ്ഞതാണ്. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് സീൻ റോളിലാണ്, അതിൻ്റെയും സീൻ റോൾ തന്നെയായിരുന്നു. പിന്നെ സിനിമാറ്റോഗ്രാഫർ KM ഭാസ്കരൻ ആൻഡ് എഡിറ്റഡ് ബൈ മറന്നുപോയില്ല, ശ്രദ്ധിച്ചതാണ് മറന്നുപോയി, മിസ്റ്റേക്ക്. സ്റ്റണ്ട് മുരുകൻ ആൻഡ് സുപ്രീം സുന്ദർ. ഡയറക്ടർ ജയചന്ദ്രൻ. പിന്നെ ഒരു കാര്യം പറയാം, മൂർത്തി രോനത്ത് അങ്ങനെ എന്തൊരാണ് പേര്. ആരാന്ന് ചോദിച്ചാൽ ആ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനറാണ്. എനിക്ക് പേര് കാര്യം കിട്ടുന്നില്ല, പക്ഷെ എനിക്ക് പറഞ്ഞു അത്രയേ ഉള്ളൂ. പടം എങ്ങനെ ചോദിച്ചാൽ നല്ല പടം, അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമുണ്ട്. ഫസ്റ്റ് പാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു സീക്വലാണ്. പക്ഷേ ഫസ്റ്റ് നെഗറ്റീവ്സ് പറയാം. നെഗറ്റീവ്സ് വൈസ് നോക്കുകയാണെങ്കിൽ ഈ ക്ലീവേജ് സാധനമില്ലേ, ഈ ഇറങ്ങണമെങ്കിൽ അങ്ങനത്തെ സാധനമൊക്കെ എടുത്ത് മാറ്റമുണ്ട്. ഇടയ്ക്ക് വെച്ച് അങ്ങനത്തെ സീൻസ് എടുത്ത് ഒന്നോ രണ്ട് സീൻസ്, കുറച്ച് സീൻസേ ഉള്ളൂ, എന്നാലും അതൊക്കെ ഒന്ന് കട്ട് ചെയ്യായിരുന്നു. വേറെ നെഗറ്റീവ്സ് ഒന്നുമില്ല. പിന്നെ ഹൈലി പോസിറ്റീവ്സ് വൈസ് ആണെങ്കിൽ വിഷ്ണു വിശാലി, ലക്ഷ്മിയുടെ പെർഫോമൻസ് രണ്ടുപേരും തകർത്തഭിനയിച്ചിട്ടുണ്ട് പടത്തിൽ. വിഷ്ണു വിശാലി ആര്യൻ എന്ന് പറഞ്ഞ സിനിമയിലുള്ള ചെറിയൊരു കമ്പാക്ക് കിട്ടിയാണ്, പക്ഷേ എല്ലാവരും പിടിക്കാത്തതുകൊണ്ടാണ് പറഞ്ഞത് സിനിമയും ഡിസാസ്റ്റർ. ഞാൻ ആരും കണ്ടില്ല റേറ്റ്. പക്ഷെ നല്ല പടമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഒരു കാര്യം പറയുന്നത്, ഒരു ഇൻ്റർവ്യൂവിൽ സിനിമയുടെ പ്രൊമോഷൻ എന്തോ വന്നു, ഒരു പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ ആളെ പേര് അത്യാവശ്യം ഒരു ഫേമസായിട്ടുള്ള കാര്യം ചെയ്യണമെന്ന് മാത്രം പേര് ഞാൻ മറന്നുപോയി. അവർ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള സെക്യൂർ ഏതാണ് ഇങ്ങനെ ചോദിക്കാണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ FIR ചോദിച്ചപ്പോൾ FIR 2 എന്നാണ് പറഞ്ഞത്. ബിക്കോസ് എനിക്ക് പേഴ്സണലി ഞാനൊരു കാര്യം പറയാം, അതിന് അതിൻ്റെ ഷേപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ വേറെ കാര്യം പറഞ്ഞിരുന്നു, FIR 2 ഹൈപ്പ് കൊടുക്കുന്നതെന്ന് പറയുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അങ്ങേര് FIR എന്ന സിനിമ അങ്ങേര് പ്രൊഡ്യൂസ് ചെയ്ത സിനിമ, ഇങ്ങനെ സിനിമ ഞാൻ ഉദ്ദേശിച്ചാൽ മറ്റേ സുരേഷ് ഗോപിയുടെ FIR അല്ല കേട്ടോ, ഇത് വേറെ FIR. ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ എന്തോ ഷോർട്സ് ആയിട്ട് വീഡിയോ എടുത്തത് അതിൻ്റെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഓർമ്മ. അപ്പോൾ അത് ഡ്രോപ്പായിപ്പോയി. അങ്ങ് ഇപ്പോൾ ഈ ബഡ്ജറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനുള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സിനിമയിൽ അത്യാവശ്യം അഭിനയിച്ച് നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങേര്
ഈ സിനിമ ജയിക്കുകയാണെങ്കിൽ, ഐ മീൻ ദിസ് മൂവി വിൽ ബി എ ബ്ലോക്ക് ബസ്റ്റർ. അന്ന് കിട്ടുന്ന പൈസയും കൊണ്ട് നിങ്ങൾക്ക് FIR 2 എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്നെടുക്കണം. അതൊരു വലിയൊരു അത്യാവശ്യം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് സെൻറ്റിൽ. അതിനെ അത്യാവശ്യം എക്സ്പെക്റ്റ് ചെയ്യുന്നു. ബിക്കോസ് ഞാൻ ആ സിനിമയുടെ അവസാനം ഒരു സെക്കൻഡ് പാർട്ടിന് ലീഡ് കൊടുക്കാമായിരുന്നു എന്ന് ഈ തോന്നിപ്പോയിരുന്നു ആ സിനിമയ്ക്ക്. പക്ഷെ നിങ്ങൾ എത്ര വേണമെങ്കിൽ പൈസ ഇറക്കുക, അത്രയും അടിപൊളിയായിട്ട് ചെയ്യണം. ആ മനാന്തരങ്ങളൊക്കെ വിളിച്ചോണ്ട് പോകാൻ ഒരു മിസ്റ്റർ എക്സ് കാരണം അതൊരു ആവറേജ് പടമാണ്. അതിൽ വില്ലന്മാരെ വരെയൊക്കെ എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ മൂവി ആയ. പക്ഷേ സ്ക്രീൻ പ്ലേ പ്രശ്നമുണ്ട് ചില സിനിമകളിൽ. പക്ഷെ അതും വലിയ ഇത് എഫക്റ്റ് ചെയ്ത സിനിമയ്ക്ക് ആറ് കാര്യം. പിന്നെ ചെറിയൊരു യൂഷ്വൽ സ്പൈ ഫിലിമാണത്, എല്ലാവരും പിടിക്കണമെന്നില്ല. എന്തായാലും അല്ലെങ്കിൽ വേറെ ഒരു കാര്യം ചെയ്യായിരുന്നു. ആ സിനിമയും ഈ ചെറിയൊരു ബന്ധമുണ്ടെന്നും യൂണിവേഴ്സൊക്കെ വരുന്നത് ആ ബോധം പോലില്ല നിങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും FIR 2 വെയിറ്റ് ചെയ്യാറ്. രാജസഞ്ചു മുണ്ടാസ്പെട്ടി 2 ഞാൻ മുണ്ടാസ്പെട്ടി ഫസ്റ്റ് പാട്ട് പോലെ ഞാൻ കണ്ടിട്ടില്ല. വേറെ വെച്ച് ഇന്റർനെറ്റ് നാളായിട്ട് എന്നാണ് പറയാമെന്ന് മാറിപ്പോയി. വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ഞാൻ ഈ സിനിമയിൽ അത്യാവശ്യം അഭിനയിച്ചിട്ടുണ്ട്. ക്യാരക്ടർ ഹസ്ബൻഡ് സംഭവമാണ് സത്യം പറഞ്ഞ ഇങ്ങനെ സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു. പക്ഷെ പൊടിച്ചിട്ടുണ്ട് എൻ്റെ ക്യാരക്ടർ. പിന്നെ ഐശ്വര്യലക്ഷ്മി ഫസ്റ്റ് പാട്ടിൽ എന്താണ് അതിലോട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അതിലെക്കാട്ടും അതിന് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തെന്ന് എനിക്കറിയാം. ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അപ്പോൾ അതിനെക്കാട്ടും നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്ക് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. പിന്നെ രമ്യകൃഷ്ണൻ്റെ ക്യാമി അത്യാവശ്യം നൈസായിരുന്നു. യോഗി ബാബു നൈസായിരുന്നു ക്യാമിയായിട്ട്. പിന്നെ കരുണാസ് പഴയതാണ് പാട്ടിൽ എവിടെ നിർത്തിയോ അവിടെ അതൊന്ന് കൗണ്ടർ ഉണ്ട്, കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. പഴയ അതിന് കരുണാസിനെ കിട്ടിയ മാതിരി ഒരു ഫീല്. പിന്നെ ഇതിലൊരാളുണ്ട് ഞാൻ പേര് പറയാൻ പറഞ്ഞു, മോക്ഷൻ. ഒരു മലയാള സിനിമയിലൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനതൊന്നും കണ്ടിട്ടില്ലട്ടെ സത്യം പറഞ്ഞത്. കാരണം അതിനുള്ള ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി പടം 7 മീൻസ് പടം ദുരന്തമാണ് ആ മോണെന്ന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് ഞാൻ സിനിമ ഒന്നും കണ്ടിട്ടില്ല. അവരുടെ പെർഫോമൻസ് അത്യാവശ്യം നൈസായിരുന്നു. അവരുടെ ക്യാരക്ടർ ചില സമയങ്ങളിൽ ക്രിഞ്ച് ചെയ്യും. പക്ഷെ അത് മീൻസ് ക്രീവേജ് കാണിക്കുന്ന സീൻസ് ഉണ്ട്. ഒന്നും വേണ്ടായിരുന്നു. ഇതും എടുത്ത് കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നൈസായിരുന്നു. പിന്നെ ഈ ഐശ്വര്യലക്ഷ്മിയുടെ ക്രീവേജ് കാണിക്കുന്ന സീൻസും മാറ്റായിരുന്നു. അത് കാരണം എനിക്ക് കുഴപ്പമില്ല. അത് ഞാൻ നെഗറ്റീവിലെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചുമ്മാ വീണ്ടും പറഞ്ഞതേ ഉള്ളൂ ഈ കാര്യം പറഞ്ഞതിനിടയിൽ. പിന്നെ എനിക്കൊരു അതിന് പോസിറ്റീവായിട്ട് ഇവരുടെ മോളായിട്ടൊരു കൊച്ചാണെങ്കിൽ പേര് ഇതെന്തോ സാറസൈനെ എന്താണ് കണ്ടത് കറുത്തറിനോട് ഞാൻ IMDb നോക്കിയപ്പോൾ കണ്ടതാണ്. ആ കൊച്ച് അത്യാവശ്യം നൈസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു പോസിറ്റീവാണ്. പിന്നെ ബ്രദർ സിസ്റ്റേഴ്സിൻ്റെ ജയശ്രീ ചേച്ചി ഈ സിനിമയിലുണ്ട്. ഇവരുടെ അനിയത്തിയായിട്ട് ഐശ്വര്യലക്ഷ്മിയുടെ ഒരു അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അവരുടെ പേര് ഞാൻ നിഖില എന്നെന്തോആണ് പേര്. പിന്നെ മുനീഷികാന്ത് പൊളിച്ച്. പിന്നെ താരക്ക് അപ്പോൾ വേറെ ക്യാരക്ടർ അതിപ്പോൾ വെറും പോസിറ്റീവായിട്ട് അതിന് പോസിറ്റീവ്സ് ആയിട്ട് പറയാൻ അതിൽ പോസിറ്റീവ്സാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതിന് പോസിറ്റീവ്സ് തിരക്കൊണ്ടപ്പ average character is a villain in this movie. എന്തായാലും ഇത്രയും പറയാനുള്ളൂ. ഈ
ഇനി 11:30 ആൽഫ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഞാൻ എന്തായാലും ഒരു ഹൈപ്പുള്ളൊരു സിനിമയാണ്. കാരണം ഒന്ന് YR സ്പൈ യൂണിവേഴ്സ്, സെക്കൻഡ് ഋതുറോഷൻ്റെ ക്യാമിയോ, പിന്നെ ബോബി ഡിയോളാണ് വില്ലൻ, പിന്നെ ആലിയ ഭട്ടും ചെറുവരും ഒരു മനസ്സിലായി. രണ്ടുപേർക്ക് ആക്ഷൻ നല്ലോണം ചെയ്യാൻ അറിയാതുകൊണ്ട് അപ്പോൾ രണ്ടുപേരുടെ ആക്ഷൻ സിനിമകൾ അത്യാവശ്യം എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ആക്ടിങ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രതീക്ഷ. അപ്പോൾ അത് കണ്ടിട്ട് ഈ സിനിമയുടെ പറയാൻ പറഞ്ഞു രണ്ടും ഒരേ ദിവസമായിട്ട് ഇറങ്ങി, ഇതും അതും. അപ്പോൾ ഇപ്പോൾ ആൽഫ വേഴ്സസ് ഗട്ട കുസ്തി ക്ലാഷ് ആഫ്റ്റർ റിലീസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പാരിസൺ ഇടേണ്ടി വരും, ലൈവായിട്ടിടാം. എന്തായാലും ഇനിയും ഞാൻ ടീസർ റിയാക്ഷൻ ഇടും. ടീസറല്ല, ടീസർ ഞാൻ ഇടൂല കേട്ടോ. എന്നെ ആ കരുത്തർ വിളിക്കാൻ ചാൻസ് ഉണ്ടെന്ന് അറിയാൻ ഞാൻ പറഞ്ഞുണ്ട്. ഇനി അടുത്ത് വരാൻ പോണ ട്രെയിലേഴ്സിൻ്റെ സംശയം ശരിയാണെങ്കിൽ ഖലീഫയുടെ ട്രെയിലർ റിയാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് വരുമ്പോൾ റിയാക്ട് ചെയ്യും. പിന്നെ വിശ്വനാഥ് സൺസ് അവരാപ്പൻ 2, കാരണം അവരാപ്പൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അതുകൊണ്ട് അപ്പോൾ എൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങണമെന്നുള്ളതുകൊണ്ട് എൻ്റെ ട്രെയിലർ വരുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യും വിചാരിക്കുന്നുണ്ട്. പിന്നെ റിയാക്ട് ചെയ്യണത് ജയിലർ 2 വരും. ജയിലർ 2 ട്രെയിലർ ഇറങ്ങുമ്പോൾ അങ്ങനത്തെ ഒരുപാടുണ്ട്. എന്തായാലും ഒരുപാടുണ്ട്. എന്തായാലും വരട്ടെ വിചാരിച്ചിട്ട് എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറയാൻ മറന്നുണ്ട്, ഈ പടം കണ്ടത് ബ്രൗൺ മോഡലുള്ള പേരുള്ളതാണ്. 10:30 നല്ല വർക്കാണ് വരണേ. എന്തായാലും എണീറ്റിട്ട് കാണണം. രാവിലെ 11:30 ആലിഫ് കാണാൻ പോകാൻ മധുമാധവന്തിരിയിട്ട്. എന്തായാലും അതും വേറെ ലെവലുണ്ട്. കാരണം YR സ്പൈ യൂണിവേഴ്സിറ്റി എല്ലാ പടവും എനിക്കിഷ്ടം. അതുകൊണ്ട് ജസ്റ്റ് YR സ്പൈ യൂണിവേഴ്സ് ഫാൻ തിങ്സ്. എന്തായാലും ഞാൻ പോവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ അത് നമുക്ക് സഹിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ 2-3 വീഡിയോയായിട്ട് ഞാൻ ഒന്ന് ടൈറ്റിൽ കാർഡിലെ മ്യൂസിക് ഒന്ന് മാറ്റിയിരുന്നു. അതെങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടമുള്ള വേൾഡ് കപ്പ് ടീം മീൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുട്ബോൾ ടീം ഏതാണ്, മീൻസ് അർജൻറ്റീനയാണോ പോർച്ചുഗലാണോ ബ്രസീലാണോ ഏത് ടീമാണെങ്കിലും കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ബൈ ബൈ, ഓൾ ഹെൽ ദ വേൾഡ്.